തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവാദ നിയമന പട്ടിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. മറ്റ് അഴിമതികൾക്ക് പുറമെ 56 പേർ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഇടത് കൗൺസിലറെ നിയമവിരുദ്ധമായി തിരുകി കയറ്റിയെന്നാണ് ആക്ഷേപം. അഴിമതി ആരോപണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നുണ്ട് BJPയും യുവമോർച്ചയും. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഈ പ്രതിഷേധങ്ങളൊക്കെ അലയടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, എന്തായാലും BJP രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. കാരണം അഴിമതിക്ക് പുറമെയാണ് ഒരു കൗൺസിലറെ കൂടി തിരികെ കയറ്റി ജോലി കൊടുക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് BJPയുടെ പ്രതിഷേധ പരിപാടികൾ? രാഖി, നമുക്കറിയാം തദ്ദേശ സ്ഥാനത്തിരിക്കുന്നവരുടെയൊക്കെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ഈ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇവരെയൊക്കെ സുരക്ഷിതമായിട്ട് ഓരോ ജോലിയിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴക്കൂട്ടം കൗൺസിലർ കവിതയെ ഇത്തരത്തിൽ ശുചീകരണ വിഭാഗത്തിൽ സ്റ്റാൻഡിംഗ് വിഭാഗത്തിലേക്ക് ജോലിയിൽ തിരികെ കയറ്റുന്നത്. 56 പേരുടെ ഒഴിവാണ് ഈ നഗരസഭയിൽ നിന്നും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 671 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 671 പേരിൽ നിന്നും 56 പേരെ നഗരസഭ സെലക്ട് ചെയ്തിട്ടുണ്ട്. നഗരസഭ സെലക്ട് ചെയ്തത് കവിതയാണ്, കഴക്കൂട്ടം കൗൺസിലർ കവിതയാണ്. അപ്പോൾ ആ ഒരു നിയമനത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ BJP കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരേണ്ട വിഷയം ആദ്യം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആദ്യ അജണ്ടയായിട്ട് കൊണ്ടുവരുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. ഇത് ഗുരുതരമായിട്ടുള്ള പാർലമെന്ററി കാര്യ ചട്ടലംഘനമാണെന്ന് BJP കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസം നഗരസഭയിൽ BJP കൗൺസിലർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയത്. കഴക്കൂട്ടം കൗൺസിലർ കവിതയും അതോടൊപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നത്. ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിലായിട്ട് തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതി ആരോപണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കെട്ടിട നിർമ്മാണ നികുതി തട്ടിപ്പ് തുടങ്ങി പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വിതരണത്തിലുള്ള ഫണ്ട് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ കത്ത് വിവാദം, അതോടൊപ്പം തന്നെ ഈ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സ്വജനപക്ഷപാതം തുടങ്ങിയ പല വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി എല്ലാ കാലങ്ങളിലും BJP കൗൺസിലർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തദ്ദേശ കാലാവധി അവസാനിക്കുമ്പോൾ LDF കൗൺസിലർമാരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ട് അവരെ നിയമിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ശ്രമം ഈ ഇടതുപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണമാണ് ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ളത്. ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരുന്ന വിഷയങ്ങളൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കൗൺസിലറെ ജോലിക്ക് എടുക്കുന്നത് എന്നൊരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് മറുവാദമായിട്ട് LDF കൗൺസിലർമാർ ആരോപിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൗൺസിലർ കവിത ഇത്തരത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കവിതയെ ഇത്തരത്തിൽ ജോലിക്ക് ശുപാർശ ചെയ്തതെന്ന തരത്തിലുള്ള വാദമാണ് LDF കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ 25,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു തൊഴിലാണ്. ആ തൊഴിൽ അവർ അർഹതപ്പെട്ടത് കൊണ്ടാണ് അവർക്കത് കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജോലി കിട്ടിയതിന് ശേഷം ജനപ്രതിനിധിയായിട്ട് തുടരണോ അല്ലെങ്കിൽ കൗൺസിലറായിട്ട് തുടരണോ അല്ലെങ്കിൽ ജോലിയിലേക്ക് പോകണോ എന്ന് കവിതയ്ക്ക് തീരുമാനിക്കാം എന്നൊരു വാദവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രത്യക്ഷത്തിൽ തന്നെ അഴിമതി കാണാൻ സാധിക്കും. കാരണം 56 പേരടങ്ങുന്ന ലിസ്റ്റിൽ 671 പേര് 56 പേരെ തിരഞ്ഞെടുക്കുകയും അതിലൊരാൾ കവിതയായി മാറുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അവിടെ വന്നിട്ടുള്ള സ്വജനപക്ഷപാതം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്നൊരു ആരോപണം ഇവിടെ വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരുവനന്തപുരം നഗരസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJP യുവമോർച്ചയും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. രാഖി, ടിൻഡു ചൂണ്ടിക്കാട്ടിയതുപോലെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത് നാം പലപ്പോഴായി കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വയം കസേര ഉറപ്പിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവാദ നിയമന പട്ടിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. എന്തായാലും അഴിമതിക്കെതിരെ വലിയൊരു പോരാട്ടത്തിന് തന്നെയാണ് BJP തയ്യാറെടുക്കുന്നത്. 56 പേർ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഇടത് കൗൺസിലറെ നിയമവിരുദ്ധമായിട്ടാണ് തിരുകി കയറ്റിയത്. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി BJP മുന്നോട്ട് പോകുന്നത്. ടിൻഡുദാസാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.